പറയട്ടെ, നമ്മളിപ്പോ ഒരാള് കടായിട്ട് തന്നെ നമ്മൾ മേടിക്കില്ലേ? നമ്മളിപ്പോ പെട്ടെന്നൊരു 1,00,000 രൂപ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു. നമ്മളിപ്പോ ആദ്യം ചോദിക്കാറുണ്ട് ഫ്രണ്ട്സുകളുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കാം അല്ലേ? അപ്പൊ അങ്ങനെ കൊണ്ടുതരുന്ന ആൾക്കാരനെ നമ്മൾ വിശ്വസിച്ചിട്ട് ആ പൈസ മേടിക്കും. ആ പൈസയിലൂടെ ചിലപ്പോ അവര് ട്രാപ്പ് ചെയ്യാനും മതി. ഇപ്പൊ ഇയാള് എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നു, ഈ പൈസയിലൂടെ ആണല്ലോ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഇയാള് വന്നു, പിന്നെ കുറച്ച് പൈസ എന്റെ അക്കൗണ്ടിൽ കിട്ടും, ആ ക്യാഷ് എന്റെ നിന്ന് ചെലവായി പോവുകയും ചെയ്തു. അപ്പൊ ഇയാൾക്ക് ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കും, കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ എന്നെ ഇതാക്കാം, അങ്ങനെ അയാൾക്ക് ട്രാപ്പ് ആക്കാമല്ലോ. അയാൾ അതിന്റെ ശേഷം എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. കാരണം ഈ റൌഫ് പറഞ്ഞ വ്യക്തി കല്യാണം കഴിക്കുന്നതിനും വേണ്ട, നമുക്ക് ലവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോവാം, അങ്ങനെയുള്ള എനിക്ക് പണം നിറയുണ്ട്, പണം കൊണ്ട് നിന്നെ സഹായിക്കാം, നീ എന്നായിട്ട് ഒരു പെണ്ണെന്ന രീതിയിൽ ഒരു വ്യക്തിയായിട്ട് നിന്നാ മതി എന്ന് ഇയാൾ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പണാണ് മെയിന്.